നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിന്റെ കടുത്ത തീരുമാനങ്ങൾ വീണ്ടും പുറത്തുവരികയാണ്. സ്വദേശിവൽക്കരണം പോലുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പോഴിതാ മറ്റൊരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നു. ഏതാനും ചില രാജ്യക്കാർക്ക് വിസ അനുവദിക്കുന്നത് കുവൈറ്റ് നിർത്തിവെച്ചതായാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് കുവൈറ്റ് ദിനപത്രമായ അൽ അൻബ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചില രാജ്യക്കാർക്ക് വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നത് നിർത്തിവെക്കാൻ ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥർക്ക് വാക്കാൽ നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട്. പേര് വെളിപ്പെടുത്താതെയാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇക്കാര്യം പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ തീരുമാനം സാമൂഹിക കാര്യ മന്ത്രാലയം അംഗീകരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഏതൊക്കെ രാജ്യക്കാർക്കാണ് വിസ അനുവദിക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നതെന്ന കാര്യം റിപ്പോർട്ടിൽ പറയുന്നില്ല. ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെ കാരണം എന്താണെന്നോ തീരുമാനം എന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നതെന്നോ ഉള്ള കാര്യത്തിലും വ്യക്തതയില്ല. റിപ്പോർട്ടിനെ കുറിച്ച് ഔദ്യോഗിക പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. അതോടൊപ്പം തന്നെ പ്രവാസികൾക്ക് കുടുംബ വിസിറ്റ് വിസ അനുവദിക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ കുവൈറ്റ് അധികൃതർ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് ചില രാജ്യക്കാർക്ക് വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നത് നിർത്തിയതായുള്ള റിപ്പോർട്ടും പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നടപടിക്രമങ്ങൾ രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് വിസ അനുവദിക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നതെന്നും ഇത് താൽക്കാലിക നടപടി മാത്രമാണെന്നുമായിരുന്നു അന്ന് അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ രാജ്യത്ത് വിസിറ്റ് വിസയിൽ വന്ന 2 ലക്ഷത്തോളം പ്രവാസികൾ കാലാവധി കഴിഞ്ഞിട്ടും കുവൈറ്റിൽ നിന്ന് തിരികെ പോകാതെ അനധികൃതമായി ഇവിടെ തന്നെ തങ്ങുകയാണെന്ന് നേരത്തെ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിസിറ്റ് വിസ അനുവദിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇക്കാര്യത്തിൽ കൃത്യമായ ശക്തമായ നടപടിക്രമങ്ങൾ രൂപം നൽകാതെ വിസ അനുവദിക്കുന്നത് പുനരാരംഭിക്കാൻ ഇടയില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന പ്രവാസികൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്നതായും രാജ്യത്തിന്റെ വിഭവങ്ങളിലേറെയും അനുഭവിക്കുന്നത് പ്രവാസികളാണെന്നുമുള്ള ആരോപണങ്ങൾ രാജ്യത്ത് ശക്തമാണ്. പ്രവാസി ജനസംഖ്യ നിയന്ത്രിക്കണമെന്ന ആവശ്യവും പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനിടയിലാണ് ചില രാജ്യക്കാർക്ക് വിസ അനുവദിക്കുന്നത് നിർത്തിവെച്ചതായുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. വിവിധ സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസുകൾ പ്രവാസികളിൽ നിന്ന് സ്വദേശികളിൽ നിന്ന് ഈടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈടാക്കാനുള്ള തീരുമാനം കഴിഞ്ഞ മാസം വന്നിരുന്നു. കുവൈറ്റിലെ 44.64 ലക്ഷം വരുന്ന ജനസംഖ്യയുടെ 34% സ്വദേശികൾ, ബാക്കി 66% പ്രവാസികളാണ്. പ്രവാസി സമൂഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്കാരാണ്. 8,63,000-ലേറെ ഇന്ത്യൻ പ്രവാസികൾ കുവൈറ്റിലുണ്ടെന്നാണ് കണക്ക് വ്യക്തമാക്കുന്നത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 6 മാസത്തിനിടയിൽ മാത്രം കുവൈറ്റിലെത്തിയ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ അവസാനം മുതൽ ഈ ജൂൺ അവസാനം വരെയുള്ള കാലയളവിൽ 26,928 ഇന്ത്യക്കാർ ജോലി തേടിയും മറ്റും പുതുതായി കുവൈറ്റിലെത്തിയതായും പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പ്രസിദ്ധീകരിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു. കുവൈറ്റിൽ ഇന്ത്യക്കാർ കഴിഞ്ഞാൽ കൂടുതൽ പ്രവാസി സമൂഹമുള്ളത് ഈജിപ്തിൽ നിന്നാണ്. 6,10,860 ഈജിപ്തുകാർ കുവൈറ്റിലുണ്ടെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.